ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫിസ്ക്കൽ പോളിസിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. മാക്രോ എക്കണോമിക് പോളിസീസ്, അതിലുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് പോളിസീസ് ആണ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിക് ഗോൾസ്, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്കണോമിക് ഗോൾസ് ഉണ്ടല്ലോ, ആ എക്കണോമിനെ കൺട്രോൾ ചെയ്യേണ്ട എക്കണോമിക് എയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. ആ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന ആക്ഷൻ തന്നെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നതും. മോണിറ്ററി പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് ത്രൂ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. മണി സപ്ലൈ കൺട്രോൾ ചെയ്തിട്ട് ആ മണി സപ്ലൈ ത്രൂ എക്കണോമിന്റെ GDP കൺട്രോൾ ചെയ്യാം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ആണ് മോണിറ്ററി പോളിസിയിൽ എടുക്കുന്നതെങ്കിൽ, ഫിസ്ക്കൽ പോളിസിയിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോളിസിയാണ് എന്ത് പറയുന്നത്, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ടാക്സേഷനും പബ്ലിക് സ്പെൻഡിങ്ങുമാണ്. പബ്ലിക് സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിയിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന ഗവൺമെന്റ് സ്പെൻഡിങ് ഉണ്ട്. ആ ഗവൺമെന്റ് സ്പെൻഡിങ്ങും ഗവൺമെന്റ് ടാക്സേഷനും ഗവൺമെന്റ് സ്പെൻഡിങ്ങും. ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ജനങ്ങളുടെ അടുത്തുനിന്ന്, ബിസിനസിന്റെ അടുത്തുനിന്ന്, അങ്ങനെ പല സ്ട്രീമുകളിൽ നിന്നായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഗുഡ്സിന്റെ മുകളിൽ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ആളുകൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ മുകളിൽ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ടാക്സ് എന്ന് പറയുന്നതാണ് ഗവൺമെന്റിന്റെ ഇൻകം. അപ്പൊ ടാക്സ് എത്ര കളക്ട് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കും. ഗവൺമെന്റ് ഒരുപാട് ടാക്സ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്കണോമിയിൽ നിന്നും ഒരുപാട് ഫണ്ട് ഗവൺമെന്റ് എടുക്കുവാണ്. അപ്പൊ അത് ഗവൺമെന്റിന് അല്ലെങ്കിൽ എക്കണോമിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. എക്കണോമിക് ഗ്രോത്ത് കുറയ്ക്കും. കാരണം ആളുകളുടെ ഇൻകത്തിൽ നിന്ന് ഒരുപാട് ടാക്സ് പോകും, ബിസിനസ്സുകളുടെ അടുത്ത് നിന്ന് ഒരുപാട് ടാക്സ് പോകും, ബിസിനസ് ഡള്ളാകും. ഇപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി താഴേക്ക് പോകും ടാക്സ് കൂടുതൽ കളക്ട് ചെയ്യണമെങ്കിൽ. അടുത്താണ് ഗവൺമെന്റ് സ്പെൻഡിങ്. അല്ലെ, ടാക്സ് കൂടുതൽ കളക്ട് ചെയ്യുമ്പോൾ എക്കണോമി താഴേക്ക് പോകും, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി താഴേക്ക് പോകും. കുറയ്ക്കാൻ വേണ്ടി പറ്റും. ടാക്സേഷൻ കുറയ്ക്കുമ്പോഴോ, ടാക്സേഷൻ കുറച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ടാക്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് ഒരുപാട് ഇൻകം ഉണ്ട്, ആ ഇൻകം കൂടുതൽ കിട്ടും, ബിസിനസിന്റെ അടുത്ത് ഒരുപാട് പ്രോഫിറ്റ് വരുന്നുണ്ട്. ടാക്സ് കുറവാണ്, ബിസിനസ് ആക്ടിവിറ്റി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ഒന്നും കൂടെ സെറ്റ് ആകും, ഫ്ലറിഷ് ചെയ്യും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റി ബൂസ്റ്റ് ആകും ടാക്സേഷൻ കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ടാക്സേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പബ്ലിക് സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ബിസിനസ്സുകൾക്കും, ജനങ്ങൾക്ക് ഡയറക്ട്ലി സ്പെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഇതൊക്കെ ആയിട്ടും, അവർക്ക് വേണ്ട കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട്, ഹെൽത്ത് കെയറും പിന്നെ അവർക്ക് വേണ്ട കുറെ അമ്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് ഗവൺമെന്റ് സ്പെൻഡിങ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യും, എക്കണോമിക് ആക്ടിവിറ്റി ബൂസ്റ്റ് ആവും. ഇനി ഗവൺമെന്റ് സ്പെൻഡിങ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അപ്പൊ അതിനനുസരിച്ച് എക്കണോമി താഴേക്ക് പോകും. അപ്പൊ ആ രീതിയിൽ ടാക്സേഷനും ഗവൺമെന്റ് സ്പെൻഡിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നു? കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട്, അതാണ് അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഓർ ബഡ്ജറ്റ് സർപ്ലസിൽ പോവുക. ഓക്കെ, ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ്, ഒരു ഗവൺമെന്റ് ഡെഫിസിറ്റ് റൺ ചെയ്യാന്ന് പറയും. ഓക്കെ, ഒരു ഗവൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പ്ലാനിങ് ഗവൺമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് എന്തുണ്ട്? ഗവൺമെന്റിന് കിട്ടുന്ന ഇൻകം ഉണ്ട്, ഗവൺമെന്റിന്റെ എക്സ്പെൻസ് ഉണ്ട്, ഗവൺമെന്റിന് വരുന്ന എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഓക്കെ, ഗവൺമെന്റിന്റെ ഇൻകം എന്താണ്? ടാക്സേഷൻ ആണ് ഗവൺമെന്റിന്റെ ഇൻകം. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പബ്ലിക് സ്പെൻഡിങ് ആണ്. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും എക്കണോമിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ സ്പെൻഡ് ചെയ്യുന്നു, അതൊക്കെയാണ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ വരുന്നത്. ഇപ്പൊ രണ്ട് സിറ്റുവേഷൻസ് വരാം. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻകം കൂടുതൽ, എക്സ്പെൻസ് കുറവ്. ഇതിനെയാണ് ബഡ്ജറ്റ് സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ? ഗവൺമെന്റ് ഒരുപാട് ഇൻകം ഉണ്ടാക്കുന്നു. പറയുമ്പോൾ ടാക്സേഷൻ, കൂടുതൽ ടാക്സേഷൻ കളക്ട് ചെയ്യുന്നു, സ്പെൻഡിങ് കുറയ്ക്കുന്നു.
എക്സ്പെൻസ് കുറവാണ്, സ്പെൻഡിങ് കുറയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടാക്സേഷൻ ആളുകളിൽ എടുക്കുന്ന സമയത്ത് കൂടുതൽ ടാക്സേഷൻ ആളുകളുടെ അടുത്ത് കളക്ട് ചെയ്യുന്നു, ആളുകളുടെ അടുത്ത് നിന്നും ബിസിനസിന്റെ അടുത്ത് നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ടാക്സേഷൻ കളക്ട് ചെയ്യുന്നു. ആ ടാക്സേഷൻ കളക്ട് ചെയ്യുന്നത് കൊണ്ട് GDP കുറയും. ഇനി പബ്ലിക് സ്പെൻഡിങ് ആണെങ്കിലോ കുറവാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതും കുറവാണ്. അപ്പൊ എന്താ നെറ്റ് ആ എക്കണോമിന്ന് ഇങ്ങോട്ട് നെറ്റ് ഗവൺമെന്റിലേക്ക് ഫണ്ട് വരുന്ന രീതിയിലാണ്. ബഡ്ജറ്റ് സർപ്ലസിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഗവൺമെന്റിലേക്ക് ഫണ്ട് വരുന്ന രീതിയിലാണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ GDP കുറയും. ഓക്കെ, ബഡ്ജറ്റ് സർപ്ലസിൽ റൺ ചെയ്യുകയാണെങ്കിൽ GDP കുറയും. ഇനി ഇതുപോലെ ബഡ്ജറ്റ് ഡെഫിസിറ്റിൽ റൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഇൻകം കുറവാണ്, എക്സ്പെൻസ് കൂടുതലാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. എങ്ങനെയാ? ഇൻകം കുറവ്, അതായത് ടാക്സേഷൻ ഒക്കെ കുറവ് കളക്ട് ചെയ്യുന്നുള്ളൂ. ജനങ്ങളുടെ അടുത്താണെങ്കിലും ബിസിനസ്സുകളുടെ അടുത്താണെങ്കിലും കുറഞ്ഞ ടാക്സേഷൻ കളക്ട് ചെയ്യുന്നുള്ളൂ. സ്പെൻഡിങ് കൂടുതൽ, എക്സ്പെൻസ് കൂടുതൽ, ഒരുപാട് എക്കണോമിക്ക് വേണ്ടിയിട്ട് സ്പെൻഡും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്കണോമി ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്കണോമിയുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള GDP കൂടും, എക്കണോമി ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ടാക്സേഷനും പബ്ലിക് സ്പെൻഡിങ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ബഡ്ജറ്റ് സർപ്ലസും ഡെഫിസിറ്റ് ഒക്കെ മാനേജ് ചെയ്തിട്ട് സർപ്ലസും ഡെഫിസിറ്റ് ഒക്കെ മാനേജ് ചെയ്തിട്ട് എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്ന പോളിസിനെയാണ് എന്ത് പറയുന്നത്, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിസ്ക്കൽ പോളിസിയാണ്, ഓക്കെ, ഒരു ബിലീഫ് പറയാണ്, ഫിസ്ക്കൽ പോളിസിയാണ് എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ ക്രൂഷ്യൽ എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനെയാണ് കെയ്നീഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരാളുണ്ട് കെയ്നീസ് എന്ന് പറയുന്ന, അയാളുടെ ഒരു ബിലീഫാണ്, അങ്ങനത്തെ ഒരു എക്കണോമിസ്റ്റ് ബിലീഫാണ് എന്ത്, ഫിസ്ക്കൽ പോളിസി ത്രൂ ആണ് നമുക്ക് എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു ബിലീഫാണ് കെയ്നീഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ പിന്നെ റിസഷൻ, ഒരു എക്കണോമി റിസഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിസഷൻ എപ്പോഴാണ് ഉണ്ടാവുക? GDP കുറയുമ്പോഴാണ് റിസഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എക്കണോമി റിസഷനിലാണ് പറയും. അപ്പൊ അങ്ങനെ റിസഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രി, ആ കൺട്രിയിൽ ഫിസ്ക്കൽ പോളിസി ത്രൂ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ എയിം എന്താ? എയിം ഇസ് ടു GDP കൂട്ടുക എന്നുള്ളതാണ്. GDP കൂട്ടുക, ഗ്രോത്ത് ഉണ്ടാക്കുക, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? GDP കൂട്ടണമെങ്കിൽ നമ്മൾ ഏതിൽ റൺ ചെയ്യണം? എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് GDP കൂട്ടണമെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഡെഫിസിറ്റിലാണ് റൺ ചെയ്യേണ്ടത്. അതായത് കൂടുതൽ എക്സ്പെൻസ്, ഇൻകം കുറവ്, എക്സ്പെൻസ് കൂടുതൽ. ഇൻകം കുറവ് എന്ന് പറയുമ്പോൾ ടാക്സേഷൻ കുറയ്ക്കണം, എക്സ്പെൻസ് കൂടുതൽ വരുമ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടണം, ടാക്സ് കുറയ്ക്കണം. അതായത് ബഡ്ജറ്റ് ഏതിൽ റൺ ചെയ്യണം? ബഡ്ജറ്റ് ഡെഫിസിറ്റിൽ റൺ ചെയ്യണം. ഡെഫിസിറ്റിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GDP കൂട്ടാൻ വേണ്ടി പറ്റും. ഡെഫിസിറ്റ് എപ്പോഴാവുക? ഇൻകം കുറവ്, എക്സ്പെൻസ് കൂടുതലാവുമ്പോഴാണ് ഡെഫിസിറ്റ് ആവുന്നത്. ഇൻകം കുറവ് എന്ന് പറയുമ്പോൾ ടാക്സേഷൻ കുറയ്ക്കണം, എക്സ്പെൻസ് കൂടുതൽ വരുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പബ്ലിക് സ്പെൻഡിങ് എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെയൊക്കെ കൂട്ടുമ്പോഴാണ് ഗവൺമെന്റ് സ്പെൻഡിങ് പറയുമ്പോൾ റോഡിന് വേണ്ടിയിട്ട്, ബിൽഡിംഗ് പ്രൊജക്ട്സ്, എംപ്ലോയീസ് അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സ്കീംസ്, അങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ ഹെൽത്ത് കെയർ സർവീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാറുണ്ട്. സ്പെൻഡിങ് ഒക്കെ കൂട്ടുക, ടാക്സ് കുറയ്ക്കുക. ബഡ്ജറ്റ് ഡെഫിസിറ്റിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് GDP കൂട്ടാൻ പറ്റും. റിസഷൻ ഉള്ള ഒരു കൺട്രിക്ക്, ഒരു എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതിനെയാണ് റീഫ്ലേറ്റിംഗ് ദി എക്കണോമി എന്ന് പറയുന്നത്. റീഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്കണോമിനെ തിരിച്ച് GDP കൂട്ടുക, എക്കണോമിക് ആക്ടിവിറ്റി അടിപൊളിയാക്കുക. അതിനെയാണ് റീഫ്ലേറ്റിംഗ് എക്കണോമി. അങ്ങനെ വരുന്ന സമയത്ത് ഉള്ള പ്രശ്നങ്ങളാട്ടോ പറയുന്നത്. പറയുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുന്നുണ്ടല്ലോ നമ്മള്. ഈ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുന്ന സമയത്ത് റിസോഴ്സിനൊക്കെ പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യില്ല. ഒരു മിസ്അലോക്കേഷൻ, ആവശ്യമില്ലാത്ത രീതിയിലുള്ള സ്പെൻഡിങ് വരും. ഓക്കെ, പിന്നെ സ്പെൻഡിങ് ഒക്കെ ഓതറൈസ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഡിലേ വരും. ഇന്ന് സ്പെൻഡിങ് എന്നൊക്കെ പറയാതെ കിട്ടാൻ കുറെ ഡിലേസ് അത് വരും. പിന്നെ ടാക്സ് കട്ട് നടത്തുന്ന സമയത്ത് നമ്മൾ പറയും കുറഞ്ഞ ടാക്സ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്തുനിന്നും ബിസിനസ്സുകളുടെ അടുത്തുനിന്നൊക്കെ ആയിട്ട് കുറഞ്ഞ ടാക്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സ്പെൻഡിങ് വരും. ആ സ്പെൻഡിങ് ത്രൂ നമുക്ക് ഡിമാൻഡും GDPയും കൂട്ടാൻ പറ്റുന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ബട്ട് അതുണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ അതില്ലാതെ എങ്ങനെ വരാം? ടാക്സ് കട്ട് ചെയ്ത് അവർക്ക് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്. ബട്ട് ആ ഇൻകം അവരാണ് സേവ് ചെയ്താലോ? അവർ ചിലപ്പോൾ അങ്ങോട്ട് സേവ് ചെയ്യും. അങ്ങോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യൂല. പിന്നെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് റൺ ചെയ്യാൻ അല്ലേ നമ്മളിവിടെ പറഞ്ഞത്. GDP കൂട്ടണമെങ്കിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണ് റൺ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ മീനിങ് നോക്ക്. ഗവൺമെന്റിന് കിട്ടുന്ന ഇൻകത്തിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാന്നാണ്. ഇൻകത്തിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോഴാണ്
എന്താവുന്നത് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആവുന്നത്. അപ്പൊ അത് പബ്ലിക് സെക്ടറിന്, അതായത് ഗവൺമെന്റിന് ഒരുപാട് ക്യാഷ് റിക്വയർമെന്റ്സ് വരുന്ന സിറ്റുവേഷൻ വരും അല്ലേ. കുറവ് ഇൻകം കിട്ടുന്നത് കൂടുതൽ എക്സ്പെൻസ് ചെയ്യും. എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഫണ്ട് ബോറോ ചെയ്യേണ്ടി വരില്ല. ആദ്യം ഗവൺമെന്റ് കടം എടുക്കേണ്ടി വരും. ആ ഗവൺമെന്റ് എടുക്കുന്ന കടത്തിനെയാണ് പബ്ലിക് സെക്ടർ നെറ്റ് ക്യാഷ് റിക്വയർമെന്റ് PSNCR എന്ന് പറയുന്നത്. അത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് ചിലപ്പോൾ കടത്തിലേക്ക് പോകും. പിന്നെ എന്നിട്ട് ഇങ്ങനെ എന്തായിരിക്കും, ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിയിലുള്ള ഡിമാൻഡ് കൂടും. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ എന്താണ്, ചില റിസോഴ്സ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. ചില ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ കൂടുതൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ആളുകളുടെ അടുത്ത് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഡിമാൻഡ് റിക്വയർ ചെയ്യും. അപ്പൊ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവും, ഹൈ ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഫിസിക്കൽ പോളിസി ഒക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇൻഫ്ലേഷൻ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരും. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു റിസഷൻ ഉള്ള എക്കണോമി ആണെന്നുണ്ടെങ്കിൽ അവിടെ GDPന്റെ ഗ്രോത്ത് കൊണ്ടുവരാനാണ്. GDPന്റെ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഒരു ഓവർ ഹീറ്റിംഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓവർ ഹീറ്റിംഗ് എക്കണോമി എന്ന് പറയുന്നത് GDP നല്ല രീതിയിൽ കൂടുന്നുണ്ട്. GDP നല്ല രീതിയിൽ കൂടുന്ന ഒരു എക്കണോമിനെയാണ് ഓവർ ഹീറ്റിംഗ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ അവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മുടെ എയിം എന്താ? ഇവിടുത്തെ എയിം എന്ന് പറയുന്നത് GDP നല്ല രീതിയിൽ കൂടുകയാണ്. ഒരിക്കലും GDP നല്ല രീതിയിൽ കൂടുന്നത് ഒരു എക്കണോമിക്ക് നല്ലതല്ല. പെട്ടെന്ന് GDP ഒക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിമാൻഡ് കൂടുക എന്നാണ് മീനിങ്, ഹൈ ഇൻഫ്ലേഷൻ ഒക്കെ വരും. അപ്പൊ അത് എക്കണോമിയിൽ ഡാമേജിങ് കോൺസിക്വൻസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്കണോമിന് എന്താ റെഡ്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എയിം എന്താണ്? GDP കുറയ്ക്കണം എന്നാണ്. GDP കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് റൺ ചെയ്യണം? ബഡ്ജറ്റ് സർപ്ലസ് റൺ ചെയ്യണം. ഒരുപാട് ടാക്സ് കളക്ട് ചെയ്യാം. ഒരുപാട് നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ടാക്സ് കുറയ്ക്കാന്നല്ലേ, ഇപ്പൊ ടാക്സ് കൂട്ടുക. നേരത്തെ സ്പെൻഡിങ് കൂട്ടാൻ തരുന്നു, ഇപ്പൊ സ്പെൻഡിങ് എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. ബഡ്ജറ്റ് സർപ്ലസിൽ റൺ ചെയ്യാം. അപ്പൊ നമുക്ക് GDPനെ കൺട്രോൾ ചെയ്തിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഒരു ഓവർ ഹീറ്റിംഗ് എക്കണോമിനെ GDP കുറയ്ക്കാൻ ഇതാണ് ചെയ്യേണ്ടത്. ഇതിന് ഡീഫ്ലേറ്റിംഗ് എക്കണോമി എന്നാ പറയാ. എക്കണോമിനെ ഡീഫ്ലേറ്റ് ചെയ്യുക, GDP കുറയ്ക്കുക, അപ്പൊ സ്പെൻഡിങ് കുറയ്ക്കുക. അതിനൊക്കെ അപ്പൊ സ്പെൻഡിങ് കുറയ്ക്കാന്നില്ല. അപ്പൊ സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള എസെൻഷ്യൽ ഭാഗത്തൊക്കെ സ്പെൻഡിങ് കുറച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലൊക്കെ സ്പെൻഡിങ് കുറയ്ക്കാൻ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ടാക്സേഷൻ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ്സുകൾക്ക് ഒരുപാട് ടാക്സ് ഒക്കെ കളക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ബിസിനസ് ആക്ടിവിറ്റി ഒക്കെ അവർ ലിമിറ്റ് ചെയ്യും. അപ്പൊ ഇന്നോവേഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇതാണ്. പിന്നെ പറയുന്നത് കൈനീഷ്യൻ വി എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞത് ഇത് ഫിസിക്കൽ പോളിസി, ഇത് സ്പെൻഡിങ്ങും ടാക്സേഷനും ഒക്കെ ത്രൂ എങ്ങനെയാണ് എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവര് പറയുന്നുണ്ട് ഗവൺമെന്റ് സ്പെൻഡിങ് ആണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടതാണ്. ടാക്സേഷൻ കുറയ്ക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് ടാക്സ് കൂട്ടി പിന്നെ പെട്ടെന്ന് ടാക്സ് കുറച്ചു അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുകയും ചെയ്തിട്ട് സർപ്ലസ് ഡെഫിസിറ്റ് ആക്കാം എന്നാണ് ഇവർ പറയുന്നത്. ജസ്റ്റ് അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഇനി ഫിസിക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസിയും കൂടെ നമ്മളിപ്പോ പറഞ്ഞു. ഫിസിക്കൽ പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിയിൽ ഫിസിക്കൽ പോളിസി മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വേറൊരു എക്കണോമിയിൽ മോണിറ്ററി പോളിസി മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഉണ്ടാവില്ല. ഈ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി രണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് അവർ എക്കണോമിയിൽ ഉപയോഗിക്കുന്നുണ്ടാകും. വർക്ക് ടുഗദർ ഒരുമിച്ചായിരിക്കും ഉപയോഗിക്കുന്നത്. ഗവൺമെന്റ് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടാകും എക്കണോമിക് എയിമുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ കൈനീഷ്യൻ പോളിസി എന്ന് പറയുമ്പോൾ ഏത് പോളിസിയാ? ഫിസിക്കൽ പോളിസി അഡോപ്റ്റ് ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളാണ്. ഓസ്ട്രേലിയയിലുണ്ട്, കാനഡ, UK, നമുക്ക് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഇതാണ് നമുക്ക് ഫിസിക്കൽ പോളിസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് സപ്ലൈ സൈഡ് പോളിസിനെ കുറിച്ചും ബേസിക്കലി ഒന്ന് പറയാം.